യൂട്യൂബിൽ നിന്ന് 1200 രൂപ കിട്ടി. രാവിലെ ഞാൻ ഉറക്കം എഴുന്നേറ്റത് വളരെ പേടിച്ചിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു മഴയെ പേടിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, അച്ഛനും അമ്മയും കിടക്കുന്ന ഷെഡിന് എന്തായി കാണുമെന്ന് അറിയാൻ വേണ്ടി ഓടിച്ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെ. മഴയില്ലാത്തപ്പോൾ പാചകം ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു. മഴയായതുകൊണ്ട് എല്ലാ സാധനങ്ങളും വാരിക്കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കും. കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം മഴയത്തിരുന്ന് നനഞ്ഞിട്ടുണ്ട്. ഇതും കണ്ടുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് പോകുന്നത്. അച്ഛന് കാഴ്ചക്കുറവുണ്ടായിട്ട് ഫോൺ അടുത്ത് വെച്ച് നോക്കുകയാണ്, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ഇന്ന് കഴിക്കാൻ നമുക്ക് ചപ്പാത്തി മാത്രമേ ഉള്ളൂ. അരിയില്ലാത്തത് കൊണ്ട് ചോറൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു ചപ്പാത്തി കൊണ്ട് ഇന്നത്തെ ദിവസം തള്ളി നിൽക്കും. ഇന്നത്തെ ദിവസം ഈ ഒരു 3 ചപ്പാത്തി കൊണ്ട് എനിക്ക് തള്ളി നിൽക്കണം. ഷെഡി വന്നിരുന്ന ഒരു ചപ്പാത്തി കഴിച്ചതിന് ശേഷം ഉള്ള പൈസ എല്ലാം നുള്ളിപ്പറക്കി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി എൻ്റെ കയ്യിൽ 110 രൂപ ഇതുകൊണ്ട് പോയി റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മഴയൊന്ന് തോന്നുന്ന സമയം കൊണ്ട് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൂര അടിച്ചു കൂട്ടി എടുത്തിട്ടുണ്ട്. പഴയ വീട്ടിലായിരുന്നപ്പോൾ ഞാനും അമ്മയും എന്തോരം സന്തോഷത്തിലായിരുന്നു എന്നുള്ളത് ഈ ഒരു ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു അവസ്ഥയിൽ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ കമന്റിലൂടെ തന്നിട്ടുള്ള സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്, ഞാൻ ശരിക്കും ദൈവത്തിനെ കണ്ടു. കഴിഞ്ഞ ഞായറാഴ്ച ലൈവ് വന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഗൂഗിൾ പേയിലേക്ക് ഒരു 50 രൂപ അയച്ചു എന്നിട്ട് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് മേടിച്ച് ഓരോ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുക. ഓരോ പ്രാവശ്യം ഡൗൺ ആകുമ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നത് 900 സബ്സ്ക്രൈബേഴ്സിലാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്കും അച്ഛനും ഒരു കേക്ക് മേടിച്ചു കൊടുത്ത് സർപ്രൈസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. യൂട്യൂബിൽ നിന്ന് 1200 രൂപ കിട്ടിയത് ഈ ഒരു കുഞ്ഞാവിടെ ചിത്രം വരയ്ക്കാനാണ്. തൃശ്ശൂരിൽ നിന്നാണ് ഈ ഒരു കുഞ്ഞാവിടെ ചിത്രം വരയ്ക്കാൻ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചിത്രം എനിക്ക് വരച്ച് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല. കാരണം വേറൊന്നുമല്ല, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഏകദേശം ചിത്രം ഇത്രത്തോളം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ചിത്രം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണാം.